Assalamualaikum, welcome back to my YouTube channel. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ജസ്ല എന്നാണ്. ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എൻ്റെ വീഡിയോസ് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കൂടെ അറിയണ്ടേ. അപ്പോൾ എൻ്റെ ഫേസൊക്കെ നല്ലവണ്ണം ഡള്ളായിട്ടുണ്ട്, ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ നഷ്ടപ്പെട്ട പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസിൽ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണം. എൻ്റെ ഫേസ് ആകെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ പോയിട്ട് ഒരു തിളക്കമൊന്നും ഇല്ലാത്ത പോലെയുണ്ട്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ തന്നെ യൂസ് ആക്കിയിട്ട് ഞാൻ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണിത്. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് അടുക്കളയിലത്തെ നമ്മൾ എന്നും യൂസ് ആക്കുന്ന ഒരു സാധനമാണ് ദോശമാവാണ് കേട്ടോ. ദോശമാവ് വെച്ചിട്ടാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ദോശമാവിൽ അരിയുണ്ട്, ഉഴുന്നുണ്ട്, അതുപോലെ ഉലുവയുണ്ട്. ഈ 3 സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ 3 സാധനം നമ്മുടെ ബെസ്റ്റാണ്. ഫേസ് നല്ല ബ്രൈറ്റ്നെസ് കൂട്ടാനും ഫേസൊക്കെ നല്ലവണ്ണം ഡള്ളായി കിടക്കുകയാണെങ്കിൽ ആ ഡൾനെസ് ഒക്കെ മാറ്റിയെടുത്തിട്ട് നല്ല തിളക്കം കിട്ടാനും നല്ല ബ്രൈറ്റ് ആവാൻ നല്ല നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ ദോശമാവ് പറഞ്ഞാൽ അന്ന് അരച്ച ദോശമാവല്ല, ഒരു ദിവസം പുളിച്ച ദോശമാവാണ് കേട്ടോ. ഒരു ദിവസം പുളിച്ച ദോശമാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ദോശമാവ് എടുക്കുക. എന്നിട്ട് അതിൽ 1-2 സാധനം കൂടെ നമുക്ക് അതിൽ ആഡ് ചെയ്യാനുണ്ട്. അത് ആഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോയാലോ? പോവാം. ദോശമാവാണ് കേട്ടോ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ അളവിലെടുക്കുക. ഇപ്പോൾ ഞാൻ ഏകദേശം ഈ സ്പൂണിന് ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ഫേസിന് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു ദിവസം പുളിച്ച ദോശമാവാണ്. അപ്പോൾ നമ്മുടെ ഈ ദോശമാവ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ്നെസ് കൂട്ടാനും അതുപോലെ തന്നെ നല്ല നിറം വരുത്താനും നല്ല തിളക്കം കിട്ടാനൊക്കെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുളിച്ച ദോശമാവായിരിക്കണം കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ് ഈ ദോശമാവ്. അപ്പോൾ ദോശമാവ് എടുക്കുക. ഇതിലേക്ക് 2 സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലോ? തൈരാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂണ് ദോശമാവാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് കട്ടി തൈരാണ്, പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല രീതിക്ക് നല്ല മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് മിക്സാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് നല്ല തിക്നെസ് കിട്ടും, കുറച്ചും കൂടി നല്ല കട്ടിയായി വരും. ഒരുപാട് ലൂസാക്കി എടുക്കരുത്. ഒരുപാട് ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസിൽ ഇത് തേക്കുന്ന സമയത്ത് നല്ലവണ്ണം ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒഴുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നല്ല കട്ടിക്കന്നെ ആക്കി എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഏത് പാക്കാണെങ്കിലും ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക. ചില പാക്കുകൾ കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. ആ പാക്കുകൾ മാത്രം അങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ല മണ്ണം മിക്സാക്കി എടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക. അപ്പം നമുക്കിത് ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസൊക്കെ നല്ലവണ്ണം ആദ്യം കഴുകണം. കഴുകിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദോശമാവ് കൊണ്ട് നമ്മുടെ ഫേസൊക്കെ നല്ല നിറം വരുത്താനും പറ്റും. കഴിക്കാൻ മാത്രമല്ല നമുക്ക് ഫേസൊക്കെ നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല തിളക്കം കൂട്ടാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്നതാണ്. അതിൽ ഉഴുന്നുമാവ്, അതുപോലെ തന്നെ അരിമാവ്, അതുപോലെ ഉലുവ, ഇത് 3 ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം നമ്മുടെ ഫേസ് നല്ല തിളക്കം കിട്ടാൻ ഉറപ്പായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലോ? അപ്പോൾ ഫേസൊക്കെ നല്ലോണം വാഷ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ തന്നെ അപ്ലൈ കൊടുക്കാം.
ഇനി മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വരെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് സാധാരണ തണുത്ത വെള്ളം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് നല്ലോണം കാണിച്ചു തരാം. കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കയ്യിലും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പാക്ക് ഇടുന്ന സമയത്ത് ചെറിയ രീതിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മുഖത്തിടുന്ന സമയത്താണെങ്കിലും ചെറിയ രീതിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ എന്നിട്ട് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഒന്ന് കയ്യിലും കൂടി ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിക്കളയാം നല്ല തണുത്ത വെള്ളത്തിൽ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് വാഷ് ചെയ്ത് കളഞ്ഞാലോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു കോട്ടൺ തുണി എടുക്കാം. കോട്ടൺ തുണി എടുത്തിട്ട് തുടച്ച് കളയാം കേട്ടോ. തുടച്ച് കളയുക. സൂപ്പർ കേട്ടോ, നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്കിതൊന്ന് കഴുകിക്കളയാം കേട്ടോ. കോട്ടൺ തുണികൾ വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം. സൂപ്പർ, നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ. നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്തെ ഈ ബ്രൈറ്റ്നെസ്സൊക്കെ നഷ്ടപ്പെട്ടിട്ടെങ്കിൽ മുഖമൊക്കെ ആകെ ഡള്ളായി കിടക്കുകയാണെങ്കിൽ ഇതൊന്ന് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വാവ്, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കേട്ടോ. വാഷ് ചെയ്താണ്. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല റിസൾട്ട്, അടിപൊളി റിസൾട്ടാണ്. ഫേസൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല ബ്രൈറ്റ്നെസ്, അതുപോലെ തന്നെ നല്ല തിളക്കവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് ഉണ്ടാകുന്ന ഡൾനെസ്സും ആ ഡൾനെസ്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാൻ, നല്ല ഫ്രഷ് ആക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പേക്കാണ് ഈ ദോശമാവ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്, എനിക്ക് അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്, പറഞ്ഞാൽ നല്ല ഫേസിൽ മേക്കപ്പ് ഒന്നും ഇട്ട് തന്നെ ഇട്ടിട്ടില്ല, എന്നിട്ട് നല്ല ബ്രൈറ്റ്നെസ് ആണ്. ഐലൈനർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കയ്യിലും കൂടി ഒന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. കയ്യിലും കൂടി ഒന്ന് ആക്കിയിട്ടുണ്ട്, അതുകൂടി ഒന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോഴത്തെ നിങ്ങൾക്ക് റിസൾട്ട് നന്നായി മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്താലോ. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴുകി കളയുന്ന സമയത്ത് കുറച്ചും കൂടി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ കഴിയുന്ന സമയത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്, അടിപൊളി റിസൾട്ട് എനിക്ക് എൻ്റെ ഫേസിന് കിട്ടുള്ളൂ. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുന്നതായിട്ടത്. നമ്മൾ ഡെയിലി ദോശമാവിന് ഇപ്പോൾ ഫേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഡെയിലി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഇഡ്ഡലിയൊക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ദോശമാവ് എന്താണെങ്കിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുക. നിങ്ങളുടെ ഫേസിന് എത്രയാണ് വേണ്ടത് അത് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ദോശൻ്റെ മാവ് നമുക്ക് ആവശ്യം വരില്ല. അതുപോലെ ആക്കിയെടുക്കാണ്ട് കഴുകുക. നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ, എൻ്റെ ഫേസിന് നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൈ നല്ല ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, കൈക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. കൈയും
നമ്മുടെ ഫേസൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൈക്ക് നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട്, നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് അതുപോലെ നല്ലൊരു സ്മൂത്തി ആയിട്ടുണ്ട് കേട്ടോ, നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ നല്ല ഡള്ളായി കിടക്കുകയാണ്, ആകെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ പോയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദോശമാവ് എടുക്കുക ചെയ്യുക, നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടും. ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക കേട്ടോ. എൻ്റെ സൗണ്ടിന് വ്യത്യാസം വരുന്നത്, കുറച്ച് കിതപ്പ് വരുന്നത് ഈ മാസ്ക് ഇട്ടത് കൊണ്ടാണ് കേട്ടോ, അല്ലാതെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.